അങ്ങനെ ഞങ്ങൾ രണ്ടാം ഘട്ടം ഗിരിവലം വെക്കൽ തുടങ്ങി. ഡ്രോപ്പ് ബാൻഡ് അടുത്തുനിന്ന് തുടങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ വണ്ടി കയറി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്തത് ദുർഗാദേവി ക്ഷേത്രമുണ്ട്. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി ഉണ്ട്, നവഗ്രഹമുണ്ട്, ഹനുമാൻ സ്വാമി ഉണ്ട്. ഹനുമാൻ സ്വാമിക്ക് നല്ല പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അവിടെ ജ്ഞാനഗണപതി ഉണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലൊരു പ്രശസ്തനായ സിദ്ധൻ അനുഗ്രഹം വാങ്ങി വന്നൊരു സ്ഥലം കൂടിയാണത്. അദ്ദേഹം തപസ്സിരുന്നൊരു ഗുഹ അവിടെ ഉണ്ട്. ആ ഗുഹയൊക്കെ അടച്ചുപോയിട്ടുണ്ട്. പക്ഷേ ആ ഗുഹേൻ്റെ സ്ഥാനമൊക്കെ അവിടെ നമുക്ക് കാണാം. അവിടെ ഇപ്പോൾ ഒരു ദേവനെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അവിടെ ഗുഹ അടച്ചിട്ട്. അപ്പോൾ ആ ക്ഷേത്രം ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം ഞങ്ങളെ യാത്ര അങ്ങോട്ടേക്കാണ്. അപ്പം നമ്മുടെ ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ ഞാൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വണ്ടി അമ്പലത്തിൻ്റെ മുമ്പ് തന്നെ നിർത്തി തന്നു. ഇതാണ് ദുർഗാദേവി ക്ഷേത്രം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ അത്യാവശ്യം നല്ല പ്രാധാന്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത്. ഹനുമാൻ സ്വാമി വലതുവശത്തുണ്ട്, ഇടതുവശത്താണ് ഗണപതി ഇരിക്കുന്നത്. ഇത് ഗണപതി ക്ഷേത്രം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ അയ്യര ഞങ്ങൾക്ക് അത്ര പരിചയമൊന്നുമില്ല. അപ്പം പരിമിതമായ അദ്ദേഹം കാണാതിരുത്ത കുറേ വീഡിയോസാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ്, ഇതിൻ്റെ അരികിലൂടെ അങ്ങോട്ട് മുകളിലേക്ക് പോയാൽ അവിടെയാണ് ഈ ഗുഹ ഇരിക്കുന്നത്. സിദ്ധൻ്റെ പേര് പറയാൻ മടിയുള്ളത് കൊണ്ടാണ് പറയാത്തത്. കേരളത്തിലൊരു പ്രശസ്ത സിദ്ധൻ അനുഗ്രഹം വാങ്ങിയ സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഗുഹയും അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ചിത്രം ഒക്കെ അവിടെ വരച്ചു വെച്ചതൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ വലത് വശത്താണ് നമ്മൾ സിദ്ധൻ തപസ് ചെയ്ത സ്ഥലം. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഭോഗർ സ്വാമിയുടെ ദർശനം കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ആ സ്ഥലം. ഇതൊരു ഗുഹയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ ശബ്ദം വളരെ ചുരുക്കിയും കണ്ട് ഞാൻ വീഡിയോന് പറയാൻ ശ്രമിച്ചിരുന്നു. കാരണം താഴെ അയ്യരുണ്ട്, അയാൾ കേട്ടാൽ ചിലപ്പോൾ അങ്ങോട്ട് വന്ന് ഇതൊക്കെ നടന്നില്ല എന്ന് വരും. അപ്പം ശബ്ദം കുറച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ പറയാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്. അപ്പം ആ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കാരണം അവിടെ വല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഹനുമാൻ സ്വാമിയൊക്കെ അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ ആ വഴിക്കൊക്കെ ഗിരിവലം വെക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൽ കയറി നന്നായി തൊഴുത് നവഗ്രഹത്തിനെയൊക്കെ തൊഴാം. ദുർഗാദേവിക്ക് നാരങ്ങമാലയൊക്കെ ചാർത്തുന്ന ഒരു സ്ഥലമാണത്. അപ്പം പോകുമ്പം നാരങ്ങമാലയൊക്കെ ഉണ്ടാക്കി ദുർഗാദേവിക്ക് സമർപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ കാൽനടയായിട്ട് ഗിരിവലം വെക്കുകയാണ്. ഇവിടെ പല സിദ്ധി നേടിയ ആളുകളും പല സ്ഥലത്തും ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്കിത് തോന്നിയത്. കാരണം അല്ലാത്തവർ പൈസയ്ക്ക് വേണ്ടി നമ്മളോട് കൈ നീട്ടും. കൈ നീട്ടാത്തവർക്ക് നമ്മൾ ചിലപ്പോൾ കൊടുക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പം നമ്മളിങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഒരു പുച്ഛത്തോടെ പരിഹാസത്തോടെ ഒന്നും നോക്കാതിരുന്നാൽ വളരെ നല്ലതാണ്.
ഇതാണ് ഭദ്രകാളി ക്ഷേത്രം, അമ്മൻ കോവിൽ. ഇവിടുത്തെയൊക്കെ പ്രതിഷ്ഠ അത്രയും വലിയ അവസ്ഥയിലിരിക്കുന്ന പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കാണാറുണ്ടല്ലോ ദേവിയുടെ കൈകളും ആയുധങ്ങളും ഒക്കെയുള്ളൊരവസ്ഥകൾ. അപ്പം അനേകം കൈകളോട് കൂടിയിരിക്കുന്ന ഭദ്രകാളിയാണ് ഇവിടെ. അപ്പം അറിവിൻ്റെ ഇതിലേക്ക് കൂടുതൽ പോകുന്ന ഒരു ദേവിയാണെന്നുള്ളതാണ്. അത് കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ കയറി നന്നായി പ്രാർത്ഥന നടത്തുന്നത് ഗിരിവലം വെക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ തോന്നുന്ന ഷോപ്പുകളിലെ മൊബൈൽ തൊഴിൽപ്പ് കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മലക്കോവിൽ ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ മൊബൈൽ മറ്റ് ഫോട്ടോഗ്രാഫി ഉപകരണങ്ങൾ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളിൽ ഏൽപ്പിച്ച് രശീതി വാങ്ങി ദർശനം നടത്തിയ ശേഷം തിരിച്ചെത്തി മൊബൈൽ കൈപ്പറ്റാവുന്നതാണ്. മൊബൈൽ ചോദിക്കാനായി 5 രൂപയാണ് കൗണ്ടറിൽ ഈടാക്കുന്നത്. ഭക്തജനങ്ങൾ പഴയ ദണ്ഡായുധപാലിസ്വാമി തിരുക്കോവിൽ ഭരണസമിതിയുടെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് വിധമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗിരിവലം ഇവിടെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. അപ്പം ഗിരിവലം വയ്ക്കുമ്പോഴുള്ള കുറച്ച് പ്രാധാന്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ, അതുപോലെ ഞങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബും ലൈക്കൊക്കെ തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വേറൊരു മഹാക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇടാനാണ് ഞങ്ങൾക്ക് താല്പര്യം. സ്ഥലം ഞങ്ങളിപ്പം പറയാത്തത് തീരുമാനത്തിലെത്താത്തത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഗിരിവലം വെച്ച് സുബ്രഹ്മണ്യ സ്വാമീൻ്റെ അനുഗ്രഹത്തിനായിട്ട് മലമുകളിലേക്ക് കയറാൻ പോവുകയാണ്. പക്ഷേ അവിടേക്ക് നമുക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ റൂമിൽ വെച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇനിയുള്ള വീഡിയോ നമുക്ക് കാണിച്ചു തരാൻ നിർവാഹമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം, സപ്പോർട്ടും സഹായങ്ങളൊക്കെ ഞങ്ങളുടെ ചാനലിൽ ഉണ്ടാവണമെന്ന് ഒന്നും കൂടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.